സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ നൽകാൻ 15 ദിവസമാണ് അവസരമുണ്ടാകുക. വീടുകളുടെ കണക്കെടുപ്പും പട്ടികപ്പെടുത്തലുമാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. അധ്യാപകരടക്കം 71,000-ലധികം ജീവനക്കാരെയാണ് സെൻസസിനായി നിയോഗിച്ചത്. സെൻസസ് 2027 ആദ്യഘട്ട നടപടിയാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. വീടുകളുടെ കണക്കെടുപ്പും പട്ടികപ്പെടുത്തലുമാണ് ആദ്യഘട്ടം. ജൂലൈ 1 മുതൽ 30 വരെ ഉദ്യോഗസ്ഥർ ഭവന സന്ദർശനത്തിനായി വീടുകളിലെത്തും. അതിനു മുൻപ് പോർട്ടലിൽ സ്വയം വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയമാണിത്. se-census.government.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. സ്വന്തം മൊബൈൽ നമ്പർ നൽകിയാൽ ലഭിക്കുന്ന OTP ഉപയോഗിച്ച് പോർട്ടലിൽ പ്രവേശിക്കാം. ലോഗിൻ ചെയ്ത ശേഷം വീടിന്റെ ലൊക്കേഷൻ അടക്കം അടയാളപ്പെടുത്താനുള്ള സൗകര്യവും വെബ്സൈറ്റിലുണ്ട്. പിന്നാലെ സെൻസസിനായി തയ്യാറാക്കിയ ചോദ്യങ്ങളടങ്ങിയ ഒരു ഡിജിറ്റൽ ഫോം സ്ക്രീനിൽ തെളിയും. ആകെ 33 ചോദ്യങ്ങളാണുള്ളത്. വിവരങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു റഫറൻസ് നമ്പർ മെസ്സേജായി വരും. ഈ ID സുരക്ഷിതമായി സൂക്ഷിക്കണം. സെൻസസ് ഉദ്യോഗസ്ഥർ വീട് സന്ദർശിക്കുമ്പോൾ ഈ റഫറൻസ് നമ്പർ മാത്രം അവർക്ക് കൈമാറിയാൽ മതി. വീടുകളുടെ കണക്കെടുപ്പും പട്ടികപ്പെടുത്തലും അടങ്ങുന്ന ഒന്നാം ഘട്ടമാണിത്. രണ്ടാം ഘട്ടമായി 2027 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കും. ക്യാമറ പേഴ്സൺ കണ്ണൻ തിരുമലക്കൊപ്പം സഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.